അന്യം നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് കാക്കാരശ്ശി നാടകം. ഈ കാക്കാരശ്ശി നാടകത്തിൽ കുറേ പതിറ്റാണ്ടിലേറെ കാലമായി അഭിനയിച്ച ഒരു കലാകാരനെയാണ് ഇന്നൊരു മനൂസ് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ വിവിധ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രാകൃതമായ കലാരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്നതും ഇന്ന് അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു കലാരൂപമാണ് കാക്കാരശ്ശി നാടകം. ആ കാക്കാരശ്ശി നാടകത്തെ ഈ പുതിയ തലമുറയ്ക്ക് അതിലേക്ക് ആകർഷിക്കുവാൻ ഉതകുമാറ് ഒരു അരനൂറ്റാണ്ട് കാലം അതിലേറെയായി ഈ രംഗത്ത് നിൽക്കുന്ന ഓണാട്ടുകരയുടെ പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിലെ കണ്ടിയൂർ പ്രദേശത്തിനാകെ അഭിമാനമായി നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കണ്ടിയൂർ ചെല്ലപ്പൻ അവറുകളെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ കാക്കാരശ്ശി നാടകം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. വിവിധ പ്രദേശങ്ങളിലെ ഉത്സവങ്ങൾക്കാണ് ഇത് കൂടുതലായും അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത്. പിന്നെ തനത് കലാരൂപമായ ഈ കാക്കാരശ്ശി നാടകത്തെ അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി ഇന്നും രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴദ്ദേഹം സുഖമില്ലാതെയൊക്കെ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ആരാധനയോടെ പോയി നിന്ന് കണ്ടിട്ടുള്ളൊരു കലാരൂപമാണ് കാക്കാരശ്ശി നാടകം. ഇതെന്താണെന്നറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് ഞാൻ ഇതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കി. അങ്ങനെ ഒരുമ ന്യൂസിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ ആകെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുമ ന്യൂസിൻ്റെ പ്രദീപ് എൻ്റെ സുഹൃത്ത് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കണ്ടിയൂർ ചെല്ലപ്പൻ എന്ന കാക്കാരശ്ശി നാടകത്തിൻ്റെ കലാരൂപത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ അമൂല്യ കലാരൂപത്തെ ഇന്നും തൻ്റെ നെഞ്ചോട് ചേർത്ത് സമൂഹത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്ന ശ്രീ ചെല്ലപ്പൻ അവറുകളെ സ്നേഹപൂർവ്വം ഒരുമയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി ശ്രീ ചെല്ലപ്പൻ സുഹൃത്തെ. ഈ കേരളത്തിലെ നാടോടികളായിരുന്ന കാക്കാരന്മാർ ഈ പരമ്പരാഗതമായി അനുവർത്തിച്ചു വന്നിരുന്ന ഒരു ആക്ഷേപഹാസ്യ നാടക കലാരൂപമാണല്ലോ കാക്കാരശ്ശി നാടകം. ഇതിലേക്ക് വരാനുള്ള അങ്ങയുടെ കാരണം, ഈ കാക്കാരശ്ശി നാടകം കുടുംബപരമായി ഒരു ഗുരു ഉണ്ടായിരിക്കുമല്ലോ, അവിടെ നിന്ന് ലഭിച്ചായിരിക്കുമല്ലോ. അതിനെ ഇന്നും ഉപാസിക്കുവാനുള്ള കാരണം, ഇതിലേക്ക് ആകർഷണങ്ങളുള്ള കാരണം അതൊന്ന് വ്യക്തമാക്കാമോ? എൻ്റെ അപ്പൂപ്പൻ എന്നുവെച്ചാൽ അമ്മയുടെ അച്ഛൻ കുരമ്പാലയാണ് താമസം. പുള്ളിക്കാരനുള്ള വരുമ്പോഴൊക്കെ ഈ പാട്ട് പാടുകയും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ സ്വസ്ഥമാണ്, കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അത് ചെന്ന് ഞാൻ പുള്ളിയുടെ തോളത്ത് കച്ചണി പിടിച്ചിരിക്കും. അപ്പോൾ ഒരുപാട് കാണിച്ചു വരും, പറയുകയൊക്കെ ചെയ്യും. എനിക്ക് നല്ലൊരു താല്പര്യമായിരുന്നു എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ. അന്ന് കുഞ്ഞായിട്ട് കാക്കാരശ്ശി അഭിനയിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ വലിയ ആഗ്രഹിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഒരു കല വന്ന് മുമ്പിൽ ചാടുന്നത്. ചാടിങ്ങ് വീണ് ഇത് അഭിനയിച്ചിട്ട് തന്നെ കാര്യം. അപ്പം പിന്നെ അന്ന് ജോലിയുണ്ട്, BSNL ജോലിയുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ നിന്ന് മുട്ടിച്ചൊക്കെ ഇറങ്ങിപ്പോവും. പിന്നെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഹാസ്യവും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അന്നേരം നമ്മൾ അതിൻ്റേതായ രീതി ഒരു കളി കാണിക്കാൻ കിട്ടിയപ്പോൾ കളയാൻ നോക്കൂ. അപ്പം അതിനായിട്ടങ്ങ് തുനിഞ്ഞിറങ്ങി. അപ്പോൾ ആദ്യം അതിനകത്ത് ഞാനൊരു വേടൻ റോളെടുത്തു. വേടൻ്റെ അത് ഏറ്റവും ഇഷ്ടമുള്ള റോളായിരുന്നു ആ വേടൻ റോള്. അപ്പോഴാണ് കാക്കാനായിട്ട് ഒരാളിനെ വേണമായിരുന്നല്ലോ. അപ്പോൾ അവിടെ അയ്യോയു ഭാസ്കരനെയാണ് ആളന്ന് കാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ആൾ അത്ര നല്ല, ഞങ്ങൾ തമ്മിൽ അത്ര രസമില്ലാത്തതുകൊണ്ട് കാലം കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വിട്ടു. പിന്നെ ഞാൻ തന്നെ എടുത്ത ആ റോള് എടുത്തിട്ട് സൂചിപ്പിക്കാൻ ഒക്കത്തുള്ളൂ മനുഷ്യനെ. അങ്ങനെ ഞാൻ നല്ല രീതിയിലൊക്കെ കൈകാര്യം ചെയ്തു. പിന്നെ അനേകായിരം സ്റ്റേജുകളിൽ ഞാൻ കയറി കളിച്ചു, പ്രവർത്തിച്ചു, സന്തോഷിപ്പിച്ചു ജനങ്ങളെ. സന്തോഷിക്കാൻ ഇതിൽ കവിഞ്ഞൊരു കാര്യം എനിക്കില്ല.
നല്ല രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തു. ജനങ്ങളോട് അടുത്ത് നിന്നു. ആയിരക്കണക്കിന് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. കയറിയെടുത്തെല്ലാം നല്ല സന്തോഷമായിട്ട് പോന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമ്മളെന്തോ ഒരു കാണിക്കാൻ ഒക്കുന്നതെന്നാണ് നോക്കി. ഇനി എന്തുകൊണ്ടെന്ന് നോക്കുന്നത്. പക്ഷേ എനിക്ക് ഈ 2-3 വർഷത്തിന് മുമ്പ് നടുവിന് വേദന ഉണ്ടായി. നടുവേദന ഉണ്ടായിട്ട് അതങ്ങനെ വേദനയായി. പിന്നെ അത് കാലിലായി. മരുന്നുകൾ ലക്ഷങ്ങൾ മുടക്കി മരുന്നുകൾ കഴിക്കുകയാണ്. പക്ഷേ ഇത് നമ്മളെ പ്രവർത്തിപ്പിച്ചവരോ അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോ തിരിഞ്ഞു നോക്കുന്നില്ല ഇതെന്താണെന്നറിയാൻ. ആദ്യമൊക്കെ കുറേ ആൾക്കാർ വന്നു, കുറേ പൈസ ഒക്കെ എനിക്ക് തന്നു. എനിക്ക് പൈസ വേണ്ട. ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് ജോലി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വേദന ഉണ്ടാകുന്നത്? അല്ല, അത് കഴിഞ്ഞ് നമുക്ക് പൈസ നമ്മൾ ദൈവം എനിക്ക് പൈസ തരും ഇവിടുന്നതിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ. അതല്ലേ അതിൻ്റെ ഭംഗി. അപ്പം എനിക്കൊരു കാര്യമുള്ള വിരോധം, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്. നല്ല കലാകാരൻ്റെ ലക്ഷണമാണ്. എനിക്ക് കള്ളം പറഞ്ഞ് എനിക്ക് ഇഷ്ടമല്ല. കള്ളം പറഞ്ഞ് ആരെയാലും കൊടുക്കും. മോഷ്ടിക്കരുത്. പിന്നെ ചില പിള്ളേർ പറയും അവൻ മൂപ്പ അതാ അവനെ ഡിപ്പാർട്ട്മെൻറ്റിനെ മുഴുവൻ ഒന്നിച്ചുകൊണ്ട് കണ്ടു തിന്നുക. എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ കുഞ്ഞേ? ഞാൻ ഏതെല്ലാം തരത്തിൽ കഷ്ടപ്പെടുന്നു, എല്ലാ തരത്തിലും. ഞാൻ ഒരു 10-30 വർഷത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ലേ? 30 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട്. പണ്ട് എൻ്റെ അച്ഛൻ തടിവെട്ടുകാരപ്പായിരുന്നു ജോലി. അച്ഛൻ്റെ കൂടെ നടന്ന് ഈ വീട് വളർത്താൻ വേണ്ടി ഞാൻ കുറേ സഹകരിച്ചതാണ്. ഈ തടിവെട്ടും അറപ്പും എല്ലാം ഞാൻ പഠിച്ചു കൊണ്ട് നടന്നു. പിന്നെ അച്ഛൻ്റെ കൂടെ പോയി ഒത്തിരി കാലം. പിന്നെ വനത്തിൽ പോയി തടി വെട്ടാൻ ഇറങ്ങാൻ പറ്റും. ശബരിമലയിൽ പോയി തടി തട്ടി നടത്തലുണ്ട്. പമ്പ നടത്തലുണ്ട്. പമ്പ കെട്ടിടത്തിൻ്റെ സദ്യകാലം ഞാൻ പോയി തടി ചേർത്തതാണ്. പിന്നെ അയ്യപ്പൻ്റെ അടുത്ത് പോയി താമസിച്ചുകൊണ്ട് അവിടെ അയ്യപ്പന് കെട്ടിടമൊക്കെ പണിയുന്നതിനും തടി കെട്ടി ചേർത്തതാണ്. ഒന്നും ഒരു മടിയില്ല എനിക്ക് പറയാൻ. ഇതിനിടയ്ക്ക് മീൻ പിടിക്കാൻ പറയും. കടലിൽ പോയിട്ടുണ്ട് ബോട്ടിൽ. അതും കുറച്ചാൾ ചെയ്തു. കുറച്ചാളെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ. കാരണം കുറച്ചാൾ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ മനസ്സങ്ങ് മടിക്കും. ഒരു ഉൾഭയം പറ്റിയാൽ അവരെ പോകരുത്. അത് ഏതൊരു ജോലിയായാലും ഉൾഭയം തട്ടിയാൽ അതിന് പോകരുത്. കലാകാരൻ്റെ മനസ്സെന്ന് പറയുന്നത് നിർമ്മലമായ മനസ്സാണല്ലോ. അങ്ങനെ അതിൽ നിന്ന് വിട്ട് ഇന്ന് ഇവിടെ വന്ന് പിന്നെ ഞാൻ നിൽക്കുമ്പോഴാണ് ഉദ്യോഗമൊക്കെ ആയി, പിടിച്ചു പറ്റി സ്ഥിരമായി നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷനായിപ്പോയി. ഇതെന്ത് ചെയ്യാൻ? പെൻഷനായിപ്പോയി. എന്നിട്ടും ഈ ഒന്നിനൊരു മടിയില്ല. ഈ നാടിന് മുഴുവൻ അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെപ്പോലെ ഒരാള് ഏതാണ്ട് 30 വർഷത്തോളം 3 പതിറ്റാണ്ടോളം ടെലിഫോൺ വർക്ക് ചെയ്യുക. അതിനുശേഷവും ഈ കലാരൂപം കൈവിടാതെ നിലകൊള്ളുക. അതൊരു വലിയ അംഗീകാരം തന്നെയല്ലേ. വയ്യാ വന്നിട്ടല്ല ഇപ്പോഴും ഞാൻ വിടത്തില്ല. ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണിത്. കാരണം എന്താ അറിയോ, ഇനിയൊരു കലാകാരനെ ഞങ്ങളുടെ നാടിന് കിട്ടുക, അദ്ദേഹവുമായി ഒന്ന് സംവദിക്കാൻ കിട്ടുന്ന ഒരു അവസരം, അതൊക്കെ ഒരു അപൂർവമായി ഞങ്ങൾ കരുതുന്നതാണ്. അത് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനിയും എനിക്ക് വേദന മാറി കിട്ടിയാൽ ഞാൻ കലാരംഗത്ത് വരും. യാതൊരു സംശയവുമില്ല. വീണ്ടും തട്ടേ കയറണം എന്നുള്ള ആഗ്രഹം വലിയ കലാകാരന്റെ മനസ്സാണ്. എവിടെ ഒരു മേളം കേട്ടാലും എൻ്റെ ശരീരം എല്ലാം കൂടെ ഒന്ന് കുലുങ്ങും. ഈ കലാരൂപം, ഈ കക്കാരിശ്ശി നാടക കലാരൂപത്തിന് സംഗീതമുണ്ട്, സംഭാഷണമുണ്ട്, അതുപോലെ തന്നെ നൃത്തം, ആംഗിക അഭിനയം എന്നിവയാണല്ലോ ഇത് ചേർന്ന് വരുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് മധ്യതിരുവിതാംകൂറിൽ കൂടുതലും ഈ തിരുവനന്തപുരത്ത് തെക്കുഭാഗത്തേക്ക് പോകുമ്പം ഈ നമ്മുടെ പാണന്മാരും കമ്മാളന്മാരും ഒക്കെയാണ് ഇത് സാധാരണയായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങ് മധ്യതിരുവിതാംകൂറിൻ്റെ വടക്ക് ഭാഗത്തേക്ക് വരുമ്പോഴേ അത് ഈ ഈഴവരും ഈ നായന്മാരും ഒക്കെ ഇത് അവതരിപ്പിക്കുന്നു. കുടുംബത്തിലൊക്കെ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കാക്കാരിശ്ശി എന്ന് പറയുന്ന കാക്കാരന്മാരെന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായ
താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ആക്ഷേപഹാസ്യ നാടകമായിരുന്നു. പക്ഷേ അതിനെ ഇങ്ങനെ ഒരു രംഗത്തേക്ക് ഇപ്പം പറഞ്ഞു മുത്തശ്ശനിൽ നിന്ന് ലഭിച്ച ഒരു അംഗീകാരമാണ് ഈ ആ ഒരു പ്രേരണയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം മുത്തശ്ശന് ഇതിലേക്ക് വരാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്ന് പറയാൻ കഴിയുമോ? അത് പറയാൻ കഴിയത്തില്ല. കാരണം മുത്തച്ഛനെ അങ്ങനെ അങ്ങോട്ട് ആ രീതി ഞങ്ങൾ പോയിട്ടില്ലല്ലോ. മുത്തച്ഛൻ കുരമ്പാലേ താമസിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്കായിട്ട് വരുമ്പോഴേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരികയും പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയ സന്തോഷമായിരുന്നു എനിക്കത് കാണുമ്പോൾ. പുതിയ തലമുറയ്ക്ക് ഈ അന്യം നിന്ന് പോകുന്ന ഈ കലാരൂപത്തെക്കുറിച്ച് അവർക്ക് നൽകാൻ അങ്ങേക്ക് എന്താണ് ഒരു പുതിയ നിർദ്ദേശം വെക്കുവാൻ ആഗ്രഹം എന്താണ് പറയും? ഇത് ഏവർക്കും എപ്പോഴും ഒരു ഭയങ്കര നിധിയാണ് ഈ കാക്കാരശ്ശി നാടകം. ഇത് കൈകാര്യം ചെയ്യാതെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഇതിലൂടെ ജയിക്കണം, ഇത് വരണം, എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, എല്ലാവരും പഠിച്ചിരിക്കണം. ഈ പാവപ്പെട്ടവൻ്റെ ഒരു അത്താണിയാണ് കാക്കാരശ്ശി, മനസ്സിലായോ? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നവരുണ്ട് ധാരാളം പേര്. ആമ്പിളാരും പെമ്പിളാരൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് കൂടി ഇതിനകത്ത് വരണമെന്ന് പറഞ്ഞ്. നമുക്ക് സ്ഥലമുണ്ടാവും. പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് എന്താണ് മാർഗം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല, ഗവൺമെൻറ് സഹായിക്കണം. തീർച്ചയായും അല്ലാതെ പറ്റത്തില്ല. ഇത് ഞങ്ങൾ അതിന് വേണ്ട എത്തേണ്ടതൊക്കെ ഞങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങയുടെ ഈ നല്ല അഭിപ്രായത്തിന് പുതിയ തലമുറ ഈ രംഗത്തേക്ക് വരാനും അടുത്ത ഈ കലാരൂപം കാലാതീതമായി നിലനിൽക്കുവാൻ വേണ്ടി അങ്ങ് കാണിക്കുന്ന ആത്മാർത്ഥതയോട് ഒരുമ ന്യൂസിനും പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. ശ്രീ കണ്ടിയൂർ അന്യം നിന്ന് പോകുന്ന ഈ കലാരൂപത്തെ പുതുതലമുറയുടെ മുന്നിൽ കൊണ്ടുവരുവാൻ കലോത്സവ വേദികളിലും ഒരു ഐറ്റമായി ഈ കലാരൂപത്തെ കൊണ്ടുവരിക. 1000-ഓളം വേദികൾക്ക് മുകളിൽ കഴിഞ്ഞ 50 കൊല്ലമായി പ്രവർത്തിച്ച കണ്ടിയൂർ ചെല്ലപ്പൻ ചേട്ടൻ ഈ അവസ്ഥയിലെത്തിയിട്ടും ബന്ധപ്പെട്ടവരാരും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരിഭവം മാത്രമാണ് അദ്ദേഹം ഒരു മനോസിനോട് പറഞ്ഞത്. കളിച്ച